ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SATC വിക്ടേഴ്സ് അക്കാദമി. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബയോളജി ചാപ്റ്റർ 1 ആണ്. സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിനകത്ത് പാർട്ട് 7 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ബ്രെയിൻ. ഓക്കെ, അപ്പോൾ പാർട്ട് 1 to 6 കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ പാർട്ട് ആദ്യം കണ്ടതിന് ശേഷം ഈ പാർട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ബ്രെയിൻ. അപ്പോൾ ഈ ബ്രെയിനിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ബ്രെയിൻ ഇരിക്കുന്നത് എന്നാണ്. ബ്രെയിൻ ഇരിക്കുന്നത് നമ്മുടെ തലയോട്ടിക്കകത്താണ്. ഇത് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ്, ഈ തലയോട്ടിയുടെ ഉള്ളിൽ എന്താണ് ഈ പറയുന്ന ബ്രെയിൻ എന്താണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ബ്രെയിൻ സിറ്റുവേറ്റഡ് ഇൻ ദി സ്കൾ എന്ന് നമുക്ക് പറയാം. ആ പറയുന്ന തലയോട്ടി ഇച്ചിരി കൂടി എന്താണ് മറ്റ് എല്ലുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി ബലം കൂടിയതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ബ്രെയിനെ സംരക്ഷിച്ചിരിക്കുന്ന മെനിഞ്ചസ് എന്ന് പറയുന്ന 3 ലെയേഴ്സ് ഉണ്ട്. ആദ്യം നമ്മൾ കാണുന്നത്, നമ്മളിപ്പോൾ ഈ പുറമെ കാണുന്ന തലയോട്ടിയാണ് ഇവിടെ കാണുന്നത്, സ്കല്ലാണ് കാണുന്നത്. അതിനുശേഷം മെനിഞ്ചസ് എന്ന് പറയുന്ന 3 ലെയർ ഉണ്ട്. ഒരു 3 ലെയർ പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. അതിൻ്റെ ഇടയിലാണെങ്കിൽ എന്താണ് ഒരു ഷോക്ക് അബ്സോർവർ പോലെ എന്താണ് നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ കണ്ടിട്ടില്ലേ, ഇതൊക്കെ ചാടും, അതായത് നമ്മുടെ ഈ ഹമ്പൊക്കെ ചാടുമ്പോൾ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ, വണ്ടിയുടെയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കുഴലുണ്ടാവും. അപ്പോൾ നമ്മുടെ ഹാൻഡിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിലിൻ്റെ ഉള്ളിൽ കൂടി ഒരു കുഴൽ പോയിട്ടുണ്ടാവും. ഈ പറയുന്ന ഹമ്പ് ചാടും, അതിൻ്റെ ഉള്ളിൽ കൂടി അതിങ്ങനെ കയറി ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഷോക്ക് അബ്സോർവർ എന്ന് പറയും. അപ്പോൾ എന്താണ് നമുക്കൊന്നും പറ്റില്ല. അതുപോലെ ഈ ലെയറിൻ്റെ ഇടയിൽ ഒരു ദ്രാവകമുണ്ട്, നമ്മളതിനെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നാണ് പറയാം. CSF എന്ന് പറയാം. CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് വരുന്ന സ്ലൈഡുകൾ പഠിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ ബ്രെയിൻ ഉണ്ട്. അതിനകത്താണ്, ഈ പറയുന്ന സ്കലിനകത്താണ് ബ്രെയിൻ ഇരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റഡി മോർ അബൌട്ട് ബ്രെയിൻ ആൻഡ് ഇറ്റ്സ് പാർട്സ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ ബ്രെയിനെ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് പോകുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ബ്രെയിൻ എന്താണ് ചെയ്യുന്നത്? ബ്രെയിൻ എന്താ ചെയ്യുക? കൺട്രോൾസ് ഓൾ ഫങ്ഷൻസ് ഓഫ് ദ ബോഡി. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാഷിനെ പോലെ അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ പോലെ എല്ലാ കാര്യങ്ങളും ആരുടെ അണ്ടറിലാണ്? ബ്രെയിനിൻ്റെ അണ്ടറിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഇരിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു സൈഡ് വ്യൂ ആണ് ഇവിടെ സാറ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, സൈഡ് വ്യൂവിൽ നിങ്ങൾ ഇങ്ങനൊരു പോർഷൻസ് കാണാം. ഓക്കെ, നമ്മളതിനെ സെറിബ്രം എന്നൊക്കെ പറയും. പിന്നെ ഇവിടെ ഒരു പോർഷൻസ് കാണുന്നുണ്ട് അല്ലേ, പിന്നെ ഇവിടെ ചെറിയൊരു പോർഷൻസ് ഉണ്ട്, ഇവിടെ പോർഷൻ. ഇത്രയും ഭാഗമാണ് നമ്മൾ ബ്രെയിനിൻ്റെ ഭാഗങ്ങളായിട്ട് പറയാം. താഴേക്ക് പോകുന്നത് നമ്മൾ സ്പൈനൽ കോഡ് എന്നാണ് പറയാം. നമ്മുടെ നട്ടലിനുള്ളിലൂടെ എന്താണ് പോകുന്ന ഒരു ചെറിയൊരു സംഭവമുണ്ട്, അതാണ് സ്പൈനൽ കോഡ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ബ്രെയിനിൽ നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് തരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രെയിനകത്ത് പല ഭാഗങ്ങൾ പല വർക്കാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാം പൂർണ്ണമായിട്ട് നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കുറേയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു വസ്തുവിനെ കാണുന്നു, ആ കാണുന്ന കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് ബ്രെയിനിൻ്റെ ഈ പിൻഭാഗത്താണ്. മനസ്സിലായോ? ഇവിടെയാണ് വിഷൻ നമ്മൾ അറിയുന്നൊരു ഭാഗം. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പറയുകയാണ് സാർ. ഈ ഒരു ബ്ലൂ കളർ കാണിച്ചിട്ടുണ്ട്, ഈ ഒരു പോർഷനിലാണ് ഈ പറയുന്ന വിഷൻ നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചലിക്കുന്നത്, നമ്മൾ മൂവ് ചെയ്യുന്നത്, അതൊക്കെ അറിയുന്നൊരു ഭാഗമാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതുപോലെ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യും, ചിന്തിക്കും, ഓർഗനൈസ് ചെയ്യും, എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യും, ബിഹേവ്, നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ബ്രെയിനിൻ്റെ ഈ ഒരു പോർഷനാണ്. അതുപോലെ തന്നെ ഇവിടെയാണ്, ഈ ഒരു പോർഷനാണ് നമ്മുടെ മെമ്മറി, അതായത് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് ഒക്കെ ഓർത്തിരിക്കുന്നത്, അണ്ടർസ്റ്റാൻഡിങ്ങും ലാംഗ്വേജൊക്കെ ഇവിടെയാണ്. പിന്നെ നിങ്ങൾക്ക് പ്രിസെപ്ഷൻ, മേക്കിംഗ് സെൻസ്, അതായത് കണക്ക് കൂട്ടാനും അതുപോലെ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സംഭവിക്കുന്നത്. സെൻസേഷൻസ്, നമ്മൾ ടച്ച്, അതുപോലെ മറ്റു കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ സെൻസും വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഇവിടെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ മനസ്സിലായി ഈ ഭാഗങ്ങളിലാണെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? നമ്മൾ എന്താണ് ബ്രെയിനിൻ്റെ സ്കാൻ ചെയ്യാനുള്ള പുതിയ ടെക്നോളജിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സംഭവം നമ്മൾ ബ്രെയിനിൽ നടക്കുമ്പോൾ എവിടെയാണ് അതിപ്പോൾ നമ്മൾ വസ്തുവിനെ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ ബ്ലഡ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും നമുക്കറിയില്ല. അങ്ങനെയൊക്കെ ആ ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മുടെ എവിടെയാണ് ബ്രെയിനിൽ നടക്കുന്നത്, എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ ബ്രെയിൻ പഠിക്കുമ്പോൾ ഇങ്ങനൊരു പിക്ചർ ആയിരിക്കും നമുക്ക് കാണുക. ഇതൊരു ഫുൾ ആയിട്ടുള്ള ബ്രെയിനാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്ന ബ്രെയിൻ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഇതിനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. ഓക്കെ,
സോ ഒരു ബ്രെയിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് പോർഷൻസ് ആണ്. ഇങ്ങനെ ഇതിപ്പോൾ കമത്തിയിട്ടേക്കണ ഒരു ബ്രെയിനാണ്, ഇത് കട്ട് ചെയ്തിട്ട് കമത്തിയിട്ടേക്കണം. ഇങ്ങനെയല്ല ബ്രെയിൻ ഇരിക്കുക, ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഇരിക്കുക. അതായത് ഒരു പോർഷൻ ഇവിടെ, ഒരു പോർഷൻ ഇവിടെ. നമ്മളത് പൊളിച്ചിട്ട് ഇങ്ങനെ താഴെ വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇത് ഒറിജിനൽ ബ്രെയിൻ ആണ് കേട്ടോ. രണ്ട് പോർഷൻ, ലെഫ്റ്റും ഒരു റൈറ്റും ഉണ്ടാവും. ക്ലിയർ ആണോ? അതുമേ ഇങ്ങനെ പുറപ്പെട്ടിരിക്കുന്ന ഒരു സംഭവം കണ്ടോ, ഇതാണ് നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് നെർവസ്, സ്പൈനൽ നെർവസ്. കണ്ടോ, ഇന്ന് നെർവസ് പോയേക്കണം. ഇതാണ് ഒരു ബ്രെയിനിൻ്റെ ഒരു ഒറിജിനൽ ബ്രെയിൻ, ഇങ്ങനെയാണ് ഇരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ നിലത്ത് വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ബ്രെയിൻ നമ്മൾ കയ്യിലെടുത്ത് പിടിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുക. കണ്ടോ, ഇവിടെയാണ് നിങ്ങൾ ഒരു സംഭവം കാണാം. കണ്ടോ, മെഡില ഒബ്ലാങ്കേട്ട എന്നൊരു സാധനം ഇതാണ്. ഇതാണ് സെറിബെല്ലം എന്ന് പറയുന്നിട്ട് രണ്ടെണ്ണം ഉണ്ടാവും. ഇതാണ് ഇപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കമത്തി വെച്ചത് കണ്ടോ, അത് ലെഫ്റ്റും അതുപോലെ തന്നെ റൈറ്റും ആയിട്ടുള്ള പോർഷൻസ്. കണ്ടോ, ഇത് ഭയങ്കര എന്താണ് ബൾക്കി, നമ്മൾ പറയില്ലേ ഇങ്ങനെ, എന്താ പറയുക, ഭയങ്കരമായിട്ട് എന്താണ് ഒരു ബലവുമില്ല, ഇതിങ്ങനെ ഇങ്ങനെ ഞെങ്ങിപ്പോവും. ആ രീതിയിലാണ് ഇത് ആക്ച്വലി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. പെട്ടെന്ന് അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ബ്രെയിൻ. മനസ്സിലായോ? വളരെ സ്മൂത്താണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ 3 മെനിഞ്ചസ് എന്ന് പറയുന്ന ലെയർ വെച്ചിട്ടും പിന്നെ നമ്മുടെ സ്കള്ളൊക്കെ വെച്ച് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ബ്രെയിൻ നമ്മളങ്ങ് എടുക്കുന്നത്, ഇപ്പോൾ കയ്യിലിരുന്ന ഒരു പോർഷനാണ് നമ്മൾ കണ്ടത്, കമത്തി മലർത്തി വെച്ചിരിക്കുന്ന ഒരു ബ്രെയിനാണ്. അത് തിരിച്ച് കമത്തി വെച്ച് ഇങ്ങനെ ഇരിക്കും. ഇതാണ് ആക്ച്വലി നമ്മൾ ഒരാളുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ കണ്ണ് കണ്ടോ ഉള്ളത്. അതായത് ഇതിൻ്റെ താഴെയാണ് കണ്ണുള്ളത്. അപ്പോൾ മുകളിൽ നിന്ന് നിങ്ങൾ നോക്കുക, നിങ്ങളൊരു ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒരാളെ നോക്കുമ്പോൾ അയാളുടെ തല കാണില്ലേ, അതിങ്ങനെയാണ്. ആ തലയിൽ അയാൾ തലമുടിയൊന്നുമില്ല, അയാളുടെ ബ്രെയിനാണ് നിങ്ങൾ കാണുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും. ഇതിങ്ങനെ മറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുക. കണ്ടോ, അപ്പോഴാണ് നിങ്ങൾക്ക് സെറിബെല്ലം എന്ന് പറയുന്ന ഒരു പോർഷൻസ് ഇവിടെ കാണാനായിട്ട് സാധിക്കാം. ഇനി ഈ ബ്രെയിൻ ഒന്ന് തിരിച്ചു വെക്കുകയാണ് നമ്മൾ. അതിൻ്റെ ഈ ബ്രെയിൻ ഇങ്ങനെ തിരിച്ചു വെക്കുമ്പോൾ അതിൻ്റെ എന്താണ് ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, അതുപോലെ ഇപ്പുറത്തേക്ക് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡും കാണാൻ പറ്റും. നമ്മൾ പഠിക്കുന്നത് ഈ ഒരു സൈഡ് എടുത്തിട്ടാണ്. ഓക്കെ, സോ സൈഡ് കുറച്ചും കൂടി വലുതാക്കി വരച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു സൈഡ് സാർ ഇങ്ങനെ തിരിച്ചു വെക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഈ ഒരു സൈഡ് ഉണ്ട്. ഉണ്ടോ, തൊട്ടപ്പുറത്തൊരു സൈഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു കഷ്ണം നമ്മൾ അടുത്ത് മാറ്റും. അങ്ങോട്ട് എടുത്ത് മാറ്റി കഴിയുമ്പോൾ നമുക്കൊരു പോർഷൻസ് കിട്ടും. അതാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് എടുക്കുക. ഇതിൻ്റെ താഴെ ഈ പോകുന്ന ഈ ഒരു സംഭവം കണ്ടോ, അതവിടെ ഒരു എന്താണ് പറയുക, എക്സ്റേ പോലത്തെ ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് സാധനം കണ്ടോ. അതായത് അപ്പോൾ മലയാളത്തിൽ നമ്മളിതിനെ സുഷ്മന നാഡി എന്നൊക്കെ പറയും. ഇപ്പോൾ സാർ ഈ പറഞ്ഞതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എടുത്താൽ മതി. കാരണം എങ്ങനെയാണ് ബ്രെയിൻ ഇരിക്കുന്നത്, അതിൻ്റെ ചില ആംഗിൾസ് ഒക്കെ മനസ്സിലാക്കി. ബട്ട് നമ്മുടെ ഈ ചെറിയ ക്ലാസ്സാണ്, 10ാം ക്ലാസ്സാണ്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ പാർട്സ് ഒക്കെ അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ സാർ കാണിച്ചിരിക്കുന്നതും ബ്രെയിൻ തന്നെയാണ്, പക്ഷെ അത് നമ്മുടെ ബ്രെയിൻ അല്ല, ഷാർക്കിൻ്റെ ബ്രെയിനാണ്. ഏതൊരു ബ്രെയിനിനും 3 സെക്ഷൻ ഉണ്ടാവും. അത് പറയാൻ വേണ്ടിയിട്ടാണ് സാർ ഇത് പറഞ്ഞത്. നോക്കാം നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഹൈൻഡ് ബ്രെയിൻ, ഈ താഴെ കാണുന്നതാണ് ഹൈൻഡ് ബ്രെയിൻ. ദെൻ മിഡ് ബ്രെയിൻ, ദെൻ എന്താണ് ഫോർ ബ്രെയിൻ. ഇതുപോലെ നമുക്കുടെ ബ്രെയിൻ നമ്മൾ എടുക്കുകയാണ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു പിക്ചർ കാണാം. നിങ്ങൾക്കും ഇവിടെ ഹൈൻഡ് ബ്രെയിൻ കാണാൻ പറ്റും, അതുപോലെ മിഡ് ബ്രെയിൻ കാണാൻ പറ്റും, അതുപോലെ തന്നെ എന്താണ് ഫോർ ബ്രെയിനും കാണാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ ഈ ബ്രെയിനിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ബ്രെയിൻ്റെ ഈ പോർഷൻ എന്ന് പറയുന്നത് ആ 2 കഷ്ണം ഉണ്ടായാലും ഒരു കഷ്ണം മുറിച്ച് മാറ്റിയിട്ട് മറ്റേ കഷ്ണം നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു പോർഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇത്രയും ഒരു പോർഷൻസ് കണ്ടോ. ഇതിനെയാണ് നമ്മൾ ബ്രെയിനിൻ്റെ ബ്രെയിൻ സ്റ്റെം എന്നാണ് ഇതിന് പറയാം. ഓക്കെ, പിന്നെ നമ്മളിവിടെ നോക്കുന്നത് ഇവിടെ ഒരു പോർഷൻസ് കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ഇലകൾ പോലെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു പോർഷനാണ് സെറിബെല്ലം. ഓക്കെ, എന്താണത്? സെറിബെല്ലം. അപ്പോൾ ആദ്യം തന്നെ പേരുകൾ പഠിക്കുക. ബ്രെയിൻ സ്റ്റെം ആണ്, ഇതെന്താണ്? സെറിബെല്ലം. ഇനി നിങ്ങൾ നോക്കി ഇവിടെ ഒരു പോർഷൻസ് കാണാം. കണ്ടോ, ഇങ്ങനെ എന്താണ് ഇത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡാണ്. അതിൻ്റെ മുഴുവനുമില്ല, പകുതി ഉൾപ്പെടെ നിങ്ങളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളതിനെ വിളിക്കുന്ന പേരാണ് തലാമസ്. എന്താണ്? തലാമസ്. ഓക്കെ, ഇനി ബാക്കി എന്താണ് നിങ്ങളിവിടെ കാണുന്നത്? ബാക്കി ഇവിടെ ഈ പിക്ചറിൽ കാണുന്ന ഒരു പോർഷൻസ് ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെറിബ്രം. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പോർഷൻ. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ബ്രെയിൻ സ്റ്റെം പറഞ്ഞു, സെറിബെല്ലം പറഞ്ഞു, തലാമസ് പറഞ്ഞു. നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ബ്രെയിൻ സ്റ്റെം, സെറിബെല്ലം, തലാമസ്, സെറിബ്രം. ക്ലിയർ ആണല്ലോ?
ഇനി നമ്മൾ ഈ പാർട്ടും ഇതിൻ്റെ ഫങ്ഷൻസും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില പാർട്ടുകളുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബ്രെയിൻ സ്റ്റെം എടുക്കാം. ബ്രെയിൻ സ്റ്റെം എടുത്തു കഴിഞ്ഞാൽ 3 ഭാഗങ്ങൾ കാണാം: മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മിഡില ഒബ്ലാങ്കേറ്റ. അപ്പോൾ ഒന്നുകൂടി പറയാം സാറ്, ഇവിടെ നിങ്ങൾക്ക് മിഡ് ബ്രെയിൻ കാണാൻ പറ്റും, പോൺസ് കാണാൻ പറ്റും, മിഡില ഒബ്ലാങ്കേറ്റ കാണാൻ പറ്റും. അങ്ങനെ 3 പാർട്സ്. ക്ലിയർ ആണോ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർഷനാണ്. നിങ്ങൾ ശ്വസിക്കുന്നതും നിങ്ങളുടെ ബ്ലഡിൻ്റെ സർക്കുലേഷനും നിങ്ങളുടെ ദഹനവും ഒക്കെ ആരാണ് കൺട്രോൾ ചെയ്യണത്? ഇയാളാണ് കൺട്രോൾ ചെയ്യണത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇതിലൂടെയാണ്, ഇതിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നടക്കുന്നത്. മിഡ് ബ്രെയിനും പോൺസും മിഡിൽ ഒബ്ലാങ്കേറ്റും കൂടി ചേർന്ന്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ബ്രെയിനിലേക്ക് സന്ദേശങ്ങൾ പോകുന്നതും തിരിച്ച് അവിടുന്ന് മെസ്സേജ് വരുന്നതും അതിലൂടെ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് നട്ടെല്ലിൽ തുടങ്ങുന്ന ഒരു പോർഷനിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഭാവിയിലുണ്ടാവും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമ്മൾ തമാശക്കാണെങ്കിൽ പോലും ഒരാളുടെ കഴുത്തിൻ്റെ പിന്നിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ അടിക്കാനായിട്ട് പാടില്ല, ഈ മെഡുല ഒബ്ലാങ്കേറ്റൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത്. മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ ആദ്യം കേൾക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ വളരെ എളുപ്പമാണ്. മെഡുല ഒബ്ലാങ്കേറ്റ ഈ ഒരു പോർഷനിൽ കാണുന്നതാണ് മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെഡുല ഒബ്ലാങ്കേറ്റയെ കുറിച്ച് എന്താണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഫംഗ്ഷനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ്: ദ റോഡ് ഷേപ്ഡ് മെഡുല ഒബ്ലാങ്കേറ്റ ഇസ് സീൻ ബിലോ ദ സെറിബ്രം ലൊക്കേറ്റഡ് നിയർ ദ സെറിബെല്ലം. നമ്മൾ നേരത്തെ സെറിബ്രം പറഞ്ഞു, സെറിബെല്ലം പറഞ്ഞു. സെറിബെല്ലത്തിൻ്റെ അടുത്തും സെറിബ്രത്തിൻ്റെ പുറകിലുമായിട്ട് കാണപ്പെടുന്ന റോഡ് ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു വടി പോലെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് എന്ത്? മെഡുല ഒബ്ലാങ്കേറ്റ. ഓക്കെ, വെരി ഈസി. ഞാൻ ഫംഗ്ഷൻ പറയുകയാണ്: ഇറ്റ്സ് കൺട്രോൾ ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഹാർട്ട് ബീറ്റ്. എന്നാൽ കുറച്ച് നേരം ഹാർട്ട് ബീറ്റ് നമ്മൾ എന്താണ് അടിക്കാതിരിക്കട്ടെ, അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബ്രീത്തിങ്ങോ? ബ്രീത്തിങ് മാക്സിമം 3 മിനിറ്റ്. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ ശ്വാസം എടുക്കാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മരിച്ചു പോകും. അപ്പോൾ ഇതൊക്കെ ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്, നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ശ്വസിക്കുന്നുണ്ടോ? അറിഞ്ഞുകൊണ്ട് ഹാർട്ട് ബീറ്റ് നടത്തുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ഞാനൊരു പേൻ എടുക്കണമെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് എനിക്ക് എടുക്കാം. വേണമെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കാം. പക്ഷെ അതുപോലെയല്ല ഹാർട്ട് ബീറ്റ്, അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് ഈസ് ഇൻവോളണ്ടറി ആക്ഷൻസ്. മനസ്സിലായോ? അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അത് കൺട്രോൾ ചെയ്യണത് ആരാണ്? മെഡുല ഒബ്ലാങ്കേറ്റ. നിസ്സാരക്കാരനല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകും. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് സെറിബെല്ലമാണ്. സെറിബെല്ലം നമ്മൾ നേരത്തെ കണ്ടു. ഇങ്ങനെ എന്താണ്, ഇലകൾ പോലെ ഇരിക്കുന്ന ഒരു പോർഷനാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ഈ സെറിബെല്ലം എന്താ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ 4 കാലിൽ വരും എന്ന് പറയാറില്ല. അതായത് അവരുടെ ബാലൻസ് പോകും. നമ്മുടെ ബാലൻസ് നിലനിർത്തുന്നത് ആരാണ്? ഈ സെറിബെല്ലമാണ്. കോർഡിനേഷൻ ഓഫ് മസിൽസ്. നിങ്ങളൊരു പേന എടുക്കുന്നു, അപ്പോൾ കൈ അവിടെ ചെല്ലണം, കൈ ഇങ്ങനെ പിടിക്കണം, വലിക്കണം, നേരെ മടക്കണം. ഇങ്ങനെയുള്ള മസിൽസിൻ്റെ കോർഡിനേഷൻസൊക്കെ മോഷൻസ്. ഇപ്പോൾ നിങ്ങളൊരു സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നു, അപ്പോൾ ആദ്യം പഠിക്കുമ്പോൾ അത് പഠിച്ചെടുക്കേണ്ട ബ്രെയിൻ, അതൊക്കെ എവിടെയാണ് നടക്കുന്നത്? ഈ പറയുന്ന സെറിബെല്ലത്തിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. സെറിബെല്ലം ഇത് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ ഏറ്റവും വലിയതല്ല, രണ്ടാമത്തെ വലിയ ഭാഗമാണ് എന്ത്? സെറിബെല്ലം എന്ന് പറയുന്നത്. സീൻ ബിഹൈൻഡ് ദ സെറിബ്രം ആസ് 2 ഫ്ലാപ്സ്. നമുക്ക് 2 ഇലകൾ പോലെ, എന്താണ് ഈ 2 ഇതളുകൾ പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്ക് കാണപ്പെടുന്ന ഒരു പോർഷനാണ് ഈ സെറിബെല്ലം എന്ന് പറയുന്നത്. നമ്മളിവിടെ കണ്ടോ? നമ്മൾ മുഴുവൻ ബ്രെയിൻ എടുക്കുകയാണെങ്കിൽ ഒരല ഇവിടെ, ഒരല ഇവിടെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ബ്രെയിൻ. ഓക്കെ, അപ്പോൾ ഈ ബ്രെയിൻ്റെ 2 സൈഡിലുമായിട്ട് ഇങ്ങനെ ഇതളുകൾ പോലെ നമുക്ക് കാണപ്പെടുന്നതാണ് ഈ പറയുന്ന സെറിബെല്ലം എന്ന് പറയുന്നത്. ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവ്സ് ആർ പ്രസൻറ്റ്. ചുളുക്കുകളും മടക്കുകളും ഇതിനകത്തുണ്ടാവും. നമ്മൾ ഇതുപോലെ കണ്ടോ? ഇതിനകത്ത് കണ്ടോ? ഇവിടെ ഈ ബ്രെയിൻ ചുളുങ്ങി മടങ്ങി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ നമ്മൾ നിവർത്തി വെച്ചാൽ തന്നെ ഒരു റൂമിൻ്റെ അത്ര ഉണ്ടാവും. നിവർത്തി വെക്കുകയാണെങ്കിൽ അതൊക്കെ അത്രയും വിവരങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളണ്ടേ? അപ്പോൾ ഇതിങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. അടുത്തത് ഇതിൻ്റെ ഫംഗ്ഷനാണ്. നമ്മളെപ്പോഴും ബ്രെയിൻ്റെ പാർട്സ് പഠിക്കുമ്പോൾ ഫംഗ്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പാർട്സ്, ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ്. സാർ നേരത്തെ പറഞ്ഞു എന്താണ് മസ്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ്? കോർഡിനേറ്റ് ചെയ്യുക, മസിൽസിൻ്റെ കൈ എടുക്കുക, ഓടുക, ചാടുക, അങ്ങനെയുള്ളത്. ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ബോഡിയുടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ബാലൻസ് തെറ്റാണ്ട്. ഇപ്പോൾ നമുക്ക് ബാലൻസ് തെറ്റാണ്ട് നടന്നു പോകണമെങ്കിൽ നമ്മുടെ ചെവിയാണ് അതിന് സഹായിക്കുന്നത്. ചെവിയുമായി ബന്ധപ്പെട്ട് അത് നടപ്പിലാക്കുന്നത് ആരാണ്? സെറിബെല്ലം ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് എന്താണ് സെറിബെല്ലം. നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു, തലാമസ് ആണ്. തലാമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് നമ്മൾ ഒന്ന് കോൾ ചെയ്യണം, എൻക്വയറി ചെയ്യണം. അപ്പോൾ റിസപ്ഷനിൽ ഒരാളുണ്ടാവും, ഒരു ചേച്ചി ഉണ്ടാവും. ആ ചേച്ചി വിളിച്ചിട്ട് പറയാം, എന്താണ് വേണ്ടത് പറയൂ. എന്നിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ കണക്ട് ചെയ്ത് തരാം, മാനേജറെ കണക്ട് ചെയ്ത് തരാമെന്ന് പറയുന്ന ഒരു റിസപ്ഷനിസ്റ്റ് അവിടെ ഉണ്ടാവും.
അങ്ങനെയുള്ള റിസപ്ഷനിസ്റ്റിൻ്റെ പണിയാണ് ഈ തലാമസ് ചെയ്യുന്നത്. നമുക്ക് കാണുന്ന നമ്മൾ കേൾക്കുന്ന എല്ലാ വിവരങ്ങളും ബ്രെയിനിലേക്ക് വിടില്ല. ബ്രെയിൻ ആവശ്യമെന്ന് തോന്നുന്ന വളരെ ഇമ്പോർട്ടൻസ് തോന്നുന്ന വിവരങ്ങൾ മാത്രം എന്താണ് ബ്രെയിനിലേക്ക് വിടുക. അതായത് നിങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കാറുണ്ടോ? ഇല്ല. ചില കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കണം. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണോണ്ട് ഇത് പഠിച്ചില്ലെങ്കിൽ തോറ്റു എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ് ഈ ഭാഗത്തേക്ക് കൊടുത്തിട്ട് അവിടെ സ്റ്റോർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു റിലേ വർക്കാണ് ആര് ചെയ്യുന്നത്? ഈ പറയുന്ന തലാമസ് എന്ന് പറയുന്ന പോർഷൻസ് ചെയ്യുന്നത്. അപ്പോൾ സോർട്ട് ഡാറ്റ എന്നിട്ട് ബ്രെയിനിൻ്റെ ഡിഫറെൻറ്റ് ഭാഗത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക. അതുപോലെ അവിടെ നിന്ന് തിരിച്ചും ഈ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് താഴേക്ക് വിടുക. ഈ ഒരു പണി ചെയ്യുന്നത് ആരാണ്? തലാമസാണ്. ഈ തലാമസിൻ്റെ പിൻഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇവിടെ കാണുന്ന ഈ ചെറിയൊരു ഇതുണ്ട്, അതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഹോർമോണൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെയാണ്. ചില പ്രത്യേക ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് സിസ്റ്റം പഠിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കും. ഇപ്പോൾ സാർ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതിൻ്റെ ഒരു 2 ഭാഗമുണ്ട് ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതിന് ചെറിയൊരു പോർഷൻസ് ഉൾപ്പെടെ നമുക്ക് ഇവിടെ ഒരു ഭാഗം കാണാം. അതിനെ നമ്മൾ ഹൈപ്പോ തലാമസ്. ഈ തലാമസിൻ്റെ മുന്നിൽ നിങ്ങൾ ഹൈപ്പോ എന്ന് വാക്ക് ചേർത്താൽ മതി. അപ്പോൾ ഹൈപ്പോ തലാമസ് കിട്ടും. അതിനെക്കുറിച്ച് പിന്നീട് പഠിക്കാം. ആദ്യം നമുക്ക് തലാമസിനെ കുറിച്ച് നോക്കാം. വാട്ട് ഈസ് തലാമസ്? എന്താണ് തലാമസിൻ്റെ ഫംഗ്ഷൻ? ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്രം. സെറിബ്രത്തിന് താഴെയാണ് നമ്മളത് കാണപ്പെടുക. എന്താണ്? ഇറ്റ് ആക്ട് ആസ് റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. നേരത്തെ സാറ് പറഞ്ഞു സെറിബ്രത്തിൽ നിന്നും അതുപോലെ സെറിബ്രത്തിലേക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ മാത്രമേ അത് കൊടുക്കുകയുള്ളൂ. അങ്ങനെ കൊടുക്കുന്ന ആളാണ് ആര്? തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ? അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻഡ് ദ ഇമ്പോർട്ടൻറ്റ് വൺസ് ടു ദ സെറിബ്രം. എല്ലാ വിവരങ്ങളും കൊടുത്തു വിടില്ല, ഇമ്പോർട്ടൻറ്റ് വൺസ്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാ വിവരങ്ങളും ഓർത്തിരിക്കുമോ? ഇല്ല. ചിലത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ സാറ് പറയും, അപ്പോൾ അതെന്ത് ചെയ്യും? ഓർത്തിരിക്കും. ഒന്നും കൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓർത്തിരിക്കും. ഇപ്പം നിങ്ങളിത് പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കുറേ നേരം വായിക്കും. ഈ ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങൾ എന്താണ് കുറച്ചും കൂടി ശ്രദ്ധ ഫംഗ്ഷൻ കൊടുക്കും. അപ്പോൾ അതെന്ത് ചെയ്യും? ഓർത്തിരിക്കും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സെറിബ്രത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ പുറത്തിറങ്ങി കാണുന്ന എല്ലാ കാഴ്ചകളും ബ്രെയിൻ ഓർത്തിരുന്നാൽ എന്തോരം സ്ഥലം പോവും നമ്മുടെ, അല്ലേ? നിങ്ങളൊരു സാധനം കാണുന്നു, ഓക്കെ കണ്ടു, അതവിടെ വെച്ച് മറന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓർത്തിരിക്കും, ഇല്ലെങ്കിലോ അതവിടെ വെച്ച് മറക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ആര് ചെയ്യുന്നത്? തലാമസ്. റിലേ സ്റ്റേഷൻ, ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ ഫംഗ്ഷനാണ് ആർക്കുള്ളത്? തലാമസിന് ഉള്ളത്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഹൈപ്പോ തലാമസ് ആണ്. സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹൈപ്പോ തലാമസ് എന്താണ് ചെയ്യുന്നത്? ഹോമിയോസ്റ്റാസിസ് എന്നാണെന്ന്. അതായത് നിങ്ങളിപ്പോൾ പുറത്തിറങ്ങിയാണ്, പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരം എന്താണ്? ചൂടായി നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശരീരത്തിനെ തണുപ്പിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? വേർത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ തണുപ്പിച്ച് നമ്മുടെ ശരീരത്തിന് ടെമ്പറേച്ചർ എപ്പോഴും എന്താക്കുക? 37 ഡിഗ്രി സെൽഷ്യസ് കൂടാതെ നോക്കുക. അതാരാ ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് ആണ്. വേറെയും ഒത്തിരി കാര്യങ്ങൾ ഹൈപ്പോതലാമസ് ചെയ്യുന്നുണ്ട്. ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് സിസ്റ്റം പഠിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഹൈപ്പോതലാമസ് ആരാണ്, എന്താണ്, എങ്ങനെയാണ് അത് നമ്മുടെ ഈ പറയുന്ന ബോഡിയെ കൺട്രോൾ ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ ഹൈപ്പോതലാമസിനെ കുറിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറയുന്നത് നോക്കാം. ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസ്. തലാമസിന്, ഇതാണ് നമ്മൾ കണ്ട തലാമസിന് താഴെയാണ് ഈ പറയുന്ന ഹൈപ്പോതലാമസ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ മുഴുവൻ മൊത്തത്തിൽ ഇവിടെ കാണിച്ചെങ്കിലും ഈ ഒരു പോർഷൻ എന്താണ്, ഈ ഒരു സാറിപ്പോൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ മാത്രമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഓക്കെ. plays a major role in the maintenance of homeostasis. Homeostasis മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ പുറമേയുള്ള ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിലുള്ള ടെമ്പറേച്ചർ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് പുറത്ത് പെട്ടെന്ന് എന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു പട്ടീനെ കണ്ടു പേടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ വല്ലാണ്ടായി. പിന്നെ നമ്മൾ നോർമൽ സിറ്റുവേഷനിലേക്ക് വരണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മളെ ബോഡി എപ്പോഴും നോർമൽ സിറ്റുവേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏത് സാഹചര്യത്തിൽ നമ്മൾ പെട്ടാലും നോർമൽ സിറ്റുവേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ ഒരു വേർഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ആ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് ഹൈപ്പോതലാമസ് ചെയ്യുന്നത്. ഹൈപ്പോതലാമസിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു ഹോർമോണുകളൊക്കെ പ്രവർത്തിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എൻഡോക്രൈൻ ഗ്ലാൻഡ് സിസ്റ്റം പഠിക്കും. ഓക്കെ. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്, വെരി ലാർജസ്റ്റ് പാർട്ടാണ്, വളരെ വലിയ ഒരു ഭാഗമാണ് ബ്രെയിനിൽ. നമ്മൾ പേര് കണ്ടു നമ്മൾ, സെറിബ്രം. ഇവിടെയാണ് നമ്മൾ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മെമ്മറി, അതുപോലെ തന്നെ നമ്മൾക്ക് കാഴ്ച, വിഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഫംഗ്ഷൻ സെറിബ്രം ഉള്ളതുകൊണ്ട് തന്നെ സെറിബ്രത്തിലേക്ക് ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം എന്താണ് നമ്മൾ കടത്തിവിടാറുള്ളൂ. സെറിബ്രം ഇൻ്റഗ്രേഷനാണ്. നമുക്ക് കിട്ടിയ എല്ലാ വിവരങ്ങളും പരിശോധിച്ചിട്ട് എന്താണ് ഒരു എന്താണ് നമ്മളെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? സെറിബ്രം ആണ്.
ഇപ്പോൾ നിങ്ങളെ ഒരാൾ കളിയാക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരുന്നു, അത് സെറിബ്രത്തിലാണ് നടക്കുന്നത്. അയാളൊന്ന് ഇടിക്കണം എന്നൊക്കെ തോന്നുന്നു, കണ്ടോ? അപ്പോൾ ഇൻ്റഗ്രേഷൻ, നമ്മൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ചിന്തിച്ച് നമ്മൾ പല ഡിസിഷനിലെത്താറില്ലേ? അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ, അപ്പോൾ അത് അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ഇൻ്റഗ്രേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? കൂട്ടിച്ചേർക്കുക. എല്ലാ വിവരങ്ങളും നമ്മൾ കണ്ടു, കേട്ടു, അറിഞ്ഞു, വായിച്ചു, കണ്ടെത്തി, ഇതൊക്കെ കൂടി കൂട്ടിച്ചേർത്തിട്ട് നമ്മളൊരു ഉത്തരത്തിലെത്തും. ഇപ്പോൾ തന്നെ സാറ് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഇങ്ങനെയാണല്ലേ ബ്രെയിൻ എന്ന് നിങ്ങളൊരു കൺക്ലൂഷനിലെത്തും. ദാറ്റ് ഈസ് നോൺ ആസ് ഇൻ്റഗ്രേഷൻ. അത് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? സെറിബ്രത്തിനുള്ളത്. അപ്പോൾ സെറിബ്രത്തിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറയുന്നുണ്ട്, നോക്കാം. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ്, വളരെ ഈസിയാണ്. ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾഡേഴ്സ് ആർ സീൻസ്. കുറേ അധികം എന്താണ് ചുളുകളും മടക്കുകളും അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് മനസ്സിലായി എളുപ്പമാണ്. ദ ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ട് ഓഫ് ദി സെറിബ്രം ഇസ് കോൾഡ് കോർട്ടെക്സ് ആൻഡ് ദ വൈറ്റ് കളേർഡ് ഇന്നർ പാർട്ട് ഇസ് കോൾഡ് മിഡില. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോർഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇവിടെ വൈറ്റ് കളറിലൊരു പോർഷൻസ് ഉണ്ട്. ഈ സെറിബ്രത്തിൻ്റെ പുറം ഭാഗം എന്താണ്? ഗ്രേ കളറിലാണ് കാണുന്നത്. നമ്മളതിനെ കോർട്ടെക്സ് എന്ന് വിളിക്കും. അകം ഭാഗം നമ്മൾ എന്ത് വിളിക്കും? മെഡുല എന്ന് വിളിക്കാം. അപ്പോൾ പേര് മറക്കരുത്. പുറം ഭാഗം എന്താണ്? കോർട്ടെക്സ്. അകം ഭാഗം എന്താണ്? മെഡുല. ഓക്കെ, ക്ലിയർ? യെസ്. ദെൻ എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ? സെൻറ്റർ ഓഫ് തോട്ട്. നമ്മൾ ചിന്തിക്കുന്നത്, ഇൻ്റലിജൻസ്, ബുദ്ധി, മെമ്മറി, ഓർമ്മ ആൻഡ് ഇമാജിനേഷൻ, നിങ്ങളുടെ സങ്കല്പം. അപ്പോൾ ഇമാജിനേഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കഥ എഴുതുന്നത്, കവിത എഴുതുന്നത്, അങ്ങനെയൊക്കെ. ഇൻ്റലിജൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് തന്നെ. മെമ്മറിയും അങ്ങനെ തന്നെയാണ്. തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ കാര്യങ്ങൾ എന്താണ് ഒരു ഡിസിഷനിലെത്തുക. ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? സെറിബ്രമാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ്. അതുകൊണ്ടാണ് അത്രയും വലിയ ഭാഗം സെറിബ്രമായിട്ട് മാറിയിരിക്കുന്നത്. ഓക്കെ, സോ ഇവോക്ക് സെൻസേഷൻസ്. മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻസേഷൻസ് ഇവോക്ക് ചെയ്യുക. ഇവോക്കിൻ്റെ അർത്ഥം എന്താണ്? ഉണരുക. നിങ്ങൾ കാണുക, കേൾക്കുക, രുചിക്കുക, അങ്ങനെയുള്ള സെൻസേഷൻസ് എല്ലാം എവിടെയാണ് സംഭവിക്കുന്നത്? ഈ പറയുന്ന സെറിബ്രത്തിലാണ് സംഭവിക്കുന്നത്. കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. അവിടെയാണ് നമ്മൾ മെഡുല ഒബ്ലങ്കേറ്റുമായിട്ട് വ്യത്യസ്തപ്പെടുന്നത്. മെഡുല ഒബ്ലങ്കേറ്റിൽ എന്താണ്? ഇൻവോളണ്ടറി ആണ്. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് മെഡുല ഒബ്ലങ്കേറ്റ് ചെയ്യുന്നത്. ഹാർട്ട് ബീറ്റ്, അതൊക്കെ മെഡുല ഒബ്ലങ്കേറ്റ് ചെയ്യും. പക്ഷേ ഇത് കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. നിങ്ങൾ എങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോകണ്ട, ചിരിക്കണോ, ചിരിക്കണ്ടേ, ഇങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ മൂവ്മെൻറ്റും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം, അല്ലേ? ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ ഒരാൾ ദേഷ്യപ്പെടണോ, മിണ്ടണോ, മിണ്ടാതിരിക്കണോ നമുക്ക് കൺട്രോൾ ചെയ്യാമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നടക്കണോ, നടക്കാതിരിക്കണോ, ഓടണോ, ചാടണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്നാണ്. അത് ആരാണ് ചെയ്യുന്നത്? സെറിബ്രമാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെറിബ്രം. അപ്പോൾ നമ്മുടെ ബ്രെയിൻ കഴിഞ്ഞു. ബ്രെയിൻ്റെ എല്ലാ പാർട്ടുകളും ഒന്നുകൂടി ഒന്ന് റിവ്യൂ ചെയ്താൽ വളരെ പെട്ടെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ മെഡുല ഒബ്ലങ്കേറ്റ്, നമ്മളിവിടെ കണ്ടൊരു പോർഷൻ മെഡുല ഒബ്ലങ്കേറ്റ്. ദ റോഡ് ഷേപ്ഡ് മെഡുല ഒബ്ലങ്കേറ്റ് സീൻ ബിലോ ദ സെറിബ്രം, ലൊക്കേറ്റഡ് നിയർ ദ സെറിബെല്ലം. സെറിബെല്ലത്തിൻ്റെ അടുത്തും അതുപോലെ സെറിബ്രത്തിന് താഴെയും കാണപ്പെടുന്നതാണ്. കൺട്രോൾ ഇൻവോൾണ്ടറി റിയാക്ഷൻസിലേക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ്, എക്സെട്രാ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കണ്ടതാണ് സെറിബെല്ലം. ഈ ഒരു പോർഷനിൽ കാണുന്നതാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് പോർഷനാണ്, രണ്ടാമത്തെ ഭാഗമാണ് വലുതിൽ. സീൻ ബിഹൈൻഡ് ദ സെറിബത്തിന് താഴെ കാണുന്നു. ഫിഷേഴ്സ് ആൻഡ് ഗ്രോസ് പ്രസൻറ്റ്. അതിനകത്ത് ചുളുക്കളും മടക്കളുമുണ്ട്. കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. മസ്കുലർ ആക്ടിവിറ്റീസ് നമ്മുടെ മസിലുകളുടെ പ്രവർത്തനത്തെ കോർഡിനേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് ഇക്വേറ്റ് ചെയ്യുക. ഇതിന് അടുത്ത് വന്നത് തലാമസ്. തലാമസ് നമ്മളിവിടെ കണ്ട ഒരു പോർഷനാണ് തലാമസ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു റിലേ സ്റ്റേഷനായിട്ട് വർക്ക് ചെയ്യുന്നു. ദെൻ അനലൈസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻഡ് ദ ഇമ്പോർട്ടൻറ്റ് വൺസ് ടു ദ സെറിബ്രം. നമ്മുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച് സെറിബ്രത്തിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. അടുത്ത് നമ്മൾ കണ്ടത് തലാമസ്. ഇവിടെ ഒരു പോർഷൻ കണ്ടോ നിങ്ങൾ? കണ്ടോ? ഈ ഒരു പോർഷനാണ് തലാമസ് എന്ന് പറയുന്നത്. കണ്ടോ? it is situated just below the thalamus, plays a major role in the maintenance of homeostasis. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സെറിബ്രമാണ്. ലാർജസ്റ്റ് പാർട്ടാണ്. അതിനകത്ത് ഗ്രേ കളർ ഔട്ടർ പാർട്ടിനെ നമ്മൾ കോർട്ടെക്സ് എന്ന് വിളിച്ചു. ഇന്നർ പാർട്ടിനെ വൈറ്റ് കളറാണ്, അത് നമ്മൾ മെഡുല എന്ന് കണ്ടു. ഇവിടെ വൈറ്റ് കളർ കാണുന്നുണ്ട്. ദറ്റ് ഈസ് നോൺ ആസ് മെഡുല. ഇത് നമ്മുടെ ചിന്ത, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ, തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇതിൻ്റെയൊക്കെ കേന്ദ്രമാണ്. എല്ലാ സെൻസേഷൻസും ഇവിടെയാണ് ഉണ്ടാവുന്നത്. വോളണ്ടറി മൂവ്മെൻറ്റ്സ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എല്ലാ മൂവ്മെൻറ്റ്സും ഇവിടെയാണ് നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഈ നേരത്തെ നമ്മൾ തുടങ്ങിയ ഭാഗത്തിലേക്കാണ്. അതായത് എങ്ങനെയാണ് ബ്രെയിൻ നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അതെങ്ങനെയാണ്? ഓൾറെഡി സാറ് ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഒന്നുകൂടി പറയുകയാണ്. 3 ലെയറാണ് നമുക്കുള്ളത്. നമ്മൾ ആ ലെയറിനെ വിളിക്കുന്ന പേരാണ് ലെയേഴ്സ് ഓഫ് മെനിഞ്ചസ്. ഏതൊക്കെയാണ് ലെയർ? 1, 2, 3. ഇവിടെ ഒരു ലെയർ കാണുന്നുണ്ടോ നിങ്ങൾ? കണ്ടോ? ഇവിടെ ഒരു ലെയർ, എൻ്റെ താഴെ ഒരു ലെയർ, എൻ്റെ താഴെ ഒരു ലെയർ. പ്രധാനപ്പെട്ട 3 ലെയറായിട്ട് നമ്മൾ പറയുക. ആ ലെയറിനെ നമ്മൾ മെനിഞ്ചസ് എന്ന് പറയാം. അതിൻ്റെ ഇടയിൽ ഒരു ദ്രവമുണ്ട്, ഒരു ലിക്വിഡ് ഉണ്ട്. അതിനെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഏറ്റവും മുകളിലാണ് കാണുന്നത് സ്കൾ. ഓക്കെ,
സോ ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. സ്കള്ളിനുള്ളിലാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് കവേർഡ് ബൈ മെനിഞ്ചസ്. മെനിഞ്ചസ് എന്ന് പറയുന്ന ലെയർ ഉപയോഗിച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. എ 3 ലെയേർഡ് മെമ്പർ, ഒരു 3 ലെയറാണുള്ളത്. ദ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഫിൽഡ് വിത്തിൻ ദ ഇന്നർ മെമ്പറൈൻസ് ഓഫ് ദ മെനിഞ്ചസ് ആൻഡ് ദ വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ. മറ്റ് ഈ പറയുന്ന ബ്രെയിനിൻ്റെ മറ്റ് ചില വിടവുകളുണ്ട് ഇവിടെ, അവിടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ലെയറിൻ്റെ ഇടയിലും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ് നിറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ലെയർ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ പഠിക്കാനുണ്ട്. പക്ഷേ അത് നിങ്ങൾ ഹയർ സ്റ്റഡീസിനാണ് പഠിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ 3 ലെയറിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അത് മാത്രം പഠിക്കാം. ഇനി എന്തിനാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കാം, ഈ പോഷക ഘടകങ്ങൾ കൊടുക്കുക, ന്യൂട്രീഷൻസ്, ഓക്സിജനൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു ഷോക്ക് അബ്സറായിട്ട് പ്രവർത്തിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ നോക്കാം. The cerebrospinal fluid formed from the blood is reabsorbed into the blood. ബ്ലഡിനകത്തേക്കും ബ്ലഡ് തിരിച്ചും, അങ്ങനെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ബ്ലഡിനകത്തു നിന്നാണ്. തിരിച്ചു അതെന്താണ് ബ്ലഡിനകത്ത് തന്നെ പോവുകയും ചെയ്യും. The functions of the cerebrospinal fluid are to provide nutritions and oxygen to the tissues of the brain. അപ്പോൾ ബ്ലഡിനകത്ത് നിന്ന് ന്യൂട്രീഷൻസ് ഒക്കെ എടുത്തിട്ട് എന്താണ് ഈ പറയുന്ന ബ്രെയിനും മറ്റു ബ്രെയിനിൻ്റെ ടിഷ്യൂസിനെ കൊടുക്കുക, അതാണ് ഈ ഓക്സിജനും കൊടുക്കുക, അതാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ ആൻഡ് ടു പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. അപ്പോൾ പെട്ടെന്നൊരു പുറമേ നമ്മൾ തലയൊക്കെ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഒരു ആപത്തും വരാതെ സംരക്ഷിക്കുന്നത് ഈ പറയുന്ന ഫ്ലൂയിഡാണ്. മനസ്സിലായോ? ഒരു ഷോക്ക് അബ്സോർബർ പോലെ അതെന്ത് ചെയ്യും, പ്രവർത്തിക്കും. ഇപ്പോൾ നമ്മുടെ ബ്രെയിനകത്ത് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ CSF അതിൻ്റെ ഫംഗ്ഷൻ 1 പ്രൊവൈഡ് ന്യൂട്രീഷൻസ് ആൻഡ് ഓക്സിജൻ, 2 റെഗുലേറ്റ് പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ, 3 പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. സാറൊന്നുകൂടി പറയാം. എന്താണ്? പ്രൊവൈഡ് ന്യൂട്രീഷൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ബ്രെയിൻ ആൻഡ് റെഗുലേറ്റ് പ്രഷർ ആൻഡ് ഇൻസൈഡ് ദ ബ്രെയിൻ, protect the brain from external injuries. So these are the main 3 functions of CSF. Very important ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കാതിരിക്കരുത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ബ്രെയിന് ശേഷമുള്ള നട്ടലിലൂടെ പോയിരിക്കുന്ന ഒരു പോർഷനാണ്. അത് എന്താണ്? നമ്മുടെ സുഷുമ്നാ നാഡി എന്ന് പറയും. അതായത് സ്പൈനൽ കോഡ്. അത് നമുക്ക് ഇവിടം വരെ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ എന്താണ് അറ്റം വരെ ഉണ്ടാവും. വലുതാവും തോറും ഈ പറയുന്ന എന്താണ് നമ്മുടെ നട്ടൽ വലുതാവുന്നതനുസരിച്ച് സുഷുമ്നാ നാഡി വലുതാവില്ല. അതുകൊണ്ട് അത് ഇവിടം വരെ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളൊരു പോർഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻസ് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവും നമുക്കുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ രസകരമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 8. താങ്ക് യു വൺസ് അഗെയിൻ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. മെമ്പർഷിപ്പിലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അടുത്ത വീഡിയോ എപ്പോഴാണ് ലൈവ് എന്നുള്ളത് ഈ കാണുന്ന ഫേസ്ബുക്ക് പേജിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ഫോളോ മൈ ഫേസ്ബുക്ക് പേജ് ആൾസോ. താങ്ക് യു വൺസ് അഗെയിൻ.